നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. 2025 10th ലെവൽ ക്വസ്റ്റ്യൻ സീരീസിൽ മാത്സ് ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് ഭാഗത്ത് രേഖപ്പെടുത്തുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ 3 × 2 ഡിവൈഡഡ് ബൈ 2 മൈനസ് 4 പ്ലസ് 5 ഇൻറ്റു 2 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 × 2 ഡിവൈഡഡ് ബൈ 2 മൈനസ് 4 പ്ലസ് 5 ഇൻറ്റു 2. ബോർഡ് മാസ് അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. ബോർഡ് മാസ് ഇവിടെ ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല. ഡിവിഷൻ ഉണ്ടോ? ഡിവിഷൻ ഉണ്ട്. 2/2. 2/2 എത്രയാണ്? 1 ആണ്. അപ്പോൾ ഇതെന്തായിട്ട് മാറും? 3 × 1 മൈനസ് 4 പ്ലസ് 5 ഇൻറ്റു 2. ഡിവിഷൻ കംപ്ലീറ്റ് ആയി. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ ഉണ്ടല്ലോ. 3 × 1 ഉണ്ട്, അതുപോലെ 5 × 2 ഉണ്ട്. 3 × 1 എത്രയാണ്? 3. 5 × 2 ഇവിടെ 10 വരും. അപ്പോൾ ഇത് 3 മൈനസ് 4 പ്ലസ് 10 ആയിട്ട് മാറും. മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. അടുത്തത് അഡീഷൻ. അഡീഷൻ 3ഉം 10ഉം നമുക്ക് ആഡ് ചെയ്യാം. 3 പ്ലസ് 10 എത്ര വരും? 13 മൈനസ് 4. മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി സബ്ട്രാക്ഷൻ ആണ്. 13 ൽ 4 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 9. 9 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ 9. അടുത്ത ക്വസ്റ്റ്യൻ 2/7 എത്ര കൂട്ടിയാലാണ് 1 കിട്ടുക? 2/7 അതിനോട് ഏതോ ഒരു സംഖ്യ കൂട്ടിക്കഴിഞ്ഞാൽ, എക്സ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. നമുക്ക് എക്സ് എത്രയാണെന്ന് എങ്ങനെ കാണാം? 1 മൈനസ് 2/7. നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 1 × 7 7 മൈനസ് 2 × 1. ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1 ആണ്. 2 × 1 2/7. എത്ര കിട്ടി? 5/7. ഓപ്ഷൻ ഡി 5/7 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ √0.01 × √0.0025 എത്രയാണ്? √0.01 × √0.0025. √0.01 നമുക്ക് എങ്ങനെ എഴുതാം? 1ൻ്റെ സ്ക്വയർ റൂട്ട് 1 തന്നെയാണ്. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനമുണ്ട്. അതുകൊണ്ട് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് ഒറ്റ സ്ഥാനം മാത്രമേ പാടുള്ളൂ. അതുകൊണ്ട് 0.1 ഇൻറ്റു ഇവിടെ 25ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 5 ആണ്. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 1 2 3 4 4 സ്ഥാനമുണ്ട്. അപ്പോൾ നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 2 സ്ഥാനമേ പാടുള്ളൂ. അപ്പോൾ 0.05 പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 0.1 × 0.05. 1 × 5 5 ആണ്. 1 × 5 5 ആണ്. ഇനി ദശാംശ സ്ഥാനങ്ങൾ നോക്കുക. 1 2 3 ടോട്ടൽ 3 ദശാംശ സ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 0 ഇടുക, ഇവിടെ ഒരു 0 ഇടുക. ഇപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് 3 സ്ഥാനങ്ങൾ വന്നു. അപ്പോൾ 0.005 ആണ് നമ്മുടെ ആൻസർ. 0.005 ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 621 തുക 50 ആണ്. ഈ ഓരോ ഒറ്റ സംഖ്യയുടെയും തൊട്ടടുത്തുള്ള 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിവിടെ തന്നിരിക്കുന്ന ഗുണനഫലം 621 ആണ്. 621നെ നമ്മൾ ഘടകങ്ങളാക്കി നോക്കാം. 621നെ നമുക്ക് 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 2 3 6 0 7 3 21. വീണ്ടും 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 6 3 18 ശിഷ്ടം 2 27 9 3 27. എഗെയിൻ 3 കൊണ്ട് ഹരിച്ചാൽ 2 3 6 3 3 9. ഇനി 23നെ നമുക്ക് ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 621 = 23 ഇൻറ്റു 3 × 3 9 9 × 3 27. നമുക്ക് 2 ഒറ്റ സംഖ്യ കിട്ടിയില്ലേ? 23ഉം 27ഉം ആണ് ആ ഒറ്റ സംഖ്യകൾ. അത് കൺഫേം ചെയ്യാൻ വേണ്ടി അതിൻ്റെ തുക 50 ആണോ നോക്കാം. 23 പ്ലസ് 27 എത്രയാണ്? 7 3 10 2 2 4 1 5. കറക്റ്റാണ്. തുക 50 ആണ്. അപ്പോൾ ഗുണനഫലം 621ഉം തുക 50ഉമായ 2 ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാണ്? 23ഉം 27ഉം ആണ് ആ ഒറ്റ സംഖ്യകൾ. ഇനി എന്താണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്? ഈ ഓരോ ഒറ്റ സംഖ്യയുടെയും തൊട്ടടുത്തുള്ള 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം എന്താണ്? അപ്പോൾ ഈ ഒറ്റ സംഖ്യയുടെ തൊട്ടടുത്തുള്ള ഒറ്റ സംഖ്യ ഏതാണ്? 23ൻ്റെ തൊട്ടടുത്ത് 25. ഇനി 27ൻ്റെ തൊട്ടടുത്ത് ഏതാണ്? 29. ഇത് രണ്ടും തമ്മിലുള്ള ഗുണനഫലമാണ് ചോദിച്ചിരിക്കുന്നത്. 25 × 29. 9 5 45 ശിഷ്ടം 4. 2 9 18 4 22. 2 5 10 ശിഷ്ടം 1.
2 2 4 1 5 5 2 7 725 നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി 725. അടുത്ത ക്വസ്റ്റ്യൻ 122 × 41 5002 ആയാൽ 1.22 × 41 എത്രയാണ്? അപ്പോൾ ഇവിടെ ഒന്നുമില്ല, ഇതിൻ്റെ ആൻസർ നമുക്ക് തന്നിട്ടുണ്ട് 5002. 122 × 41 5002 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഗുണനക്രിയയിൽ എത്ര ദശാംശ സ്ഥാനങ്ങളുണ്ട്? 2 ദശാംശ സ്ഥാനങ്ങൾ വരുന്നുണ്ട്, 0.22. അപ്പോൾ നമ്മൾ ആൻസറിലും 2 ദശാംശ സ്ഥാനങ്ങൾ വേണം. അപ്പോൾ 2 സ്ഥാനം മാറി നമ്മൾ പോയിന്റ് ഇടുക. ഇവിടെ 2 കഴിഞ്ഞു, 0 കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. 50.02 നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി 50.02. അടുത്ത ക്വസ്റ്റ്യൻ 5 സംഖ്യകളുടെ ശരാശരി 51 ആണ്. അതിൽ ചെറിയ സംഖ്യ ഏത്? ഇത് തുടർച്ചയായ എന്ന് വേണം എങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. തുടർച്ചയായ ക്വസ്റ്റ്യൻ ആക്ച്വലി ഡിലീറ്റഡ് ആണ്. തുടർച്ചയായ 5 സംഖ്യകളുടെ ശരാശരി 51 ആണെങ്കിൽ അതിൽ ചെറിയ സംഖ്യ നമുക്ക് കാണാൻ പറ്റും. 1 2 3 4 5. 5 സംഖ്യകളുടെ ശരാശരി 51. ശരാശരി എപ്പോഴും മിഡിൽ നമ്പർ ആയിരിക്കും. തുടർച്ചയായ 5 സംഖ്യകളാണെങ്കിൽ ശരാശരി മിഡിൽ നമ്പർ ആയിരിക്കും. അപ്പോൾ ഇവിടെ 51 വരും. അതിൽ ചെറിയ സംഖ്യ ഇവിടെ 50, ഇവിടെ 49. ചെറിയ സംഖ്യ ഏതാണ്? 49. ഓപ്ഷൻ എ 49. 5 അക്കങ്ങളുള്ള സംഖ്യകൾ ആകെ എത്ര എണ്ണമുണ്ട്? 5 അക്കങ്ങളുള്ള സംഖ്യകൾ ആകെ എത്ര എണ്ണമുണ്ട്? 5 അക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ എത്രയാണ്? 10000. 10, 100, 1000, 10000 ആണ് ആദ്യത്തെ സംഖ്യ. 5 അക്കമുള്ള അവസാനത്തെ സംഖ്യ എത്രയാണ്? 99,999. ഇത് ആകെ എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കാണാം? 99,999 മൈനസ് 10000 എത്ര കിട്ടി? 9,9,9,9,8. ഇനി ഇതിനോട് 1 കൂട്ടുക. 9 1 10, സിസ്റ്റം 1 10, സിസ്റ്റം 1 10, സിസ്റ്റം 1 10, സിസ്റ്റം 1 9. അപ്പോൾ എത്രയാണ് നമ്മുടെ ആൻസർ? 90,000 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ 90,000. അടുത്ത ക്വസ്റ്റ്യൻ -1/3, -2/9, -4/3 എന്നീ സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ ശരിയായത് ഏത്? ആദ്യം നമ്മൾ സൈൻ ഇല്ലാതെ നമ്പർ എടുക്കാം. 1/3, 2/9, 4/3. ഇതിൽ വലിയത് ഏതാണ് ചെറുത് ഏതാണെന്ന് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? അംശത്തിൽ ഓരോ 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് എന്തായിട്ട് മാറി? 10/3. ഇവിടെ 20/9. ഇവിടെ എന്താവും? 40/3. ഇതിനെ ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? നമ്മൾ ശിഷ്ടമൊന്നും കണക്ക് കൂട്ടാതെ ഹരിക്കുക. പൂർണ്ണസംഖ്യയായിട്ട് എത്ര കിട്ടും? 3 9. ഇവിടെ 2 9 18. പിന്നെ ഇവിടെ എത്ര വരും? ഒരു 3 3 13. അപ്പോൾ ഈ ഒരു സംഖ്യകളിൽ ഏറ്റവും വലുത് എത്രയാണ്? ഇവിടെ 13 നമുക്ക് വലുത് കിട്ടിയത്. 13 നമ്മൾ ഏതിൽ നിന്ന് എടുത്താണ്? 4/3. 4/3 ആണ് വലുത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3, അതായത് 1/3. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2, അതായത് 2/9. ഇത് നമ്മൾ വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് എഴുതിയത്. എന്തുകൊണ്ടാണ് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതിയത്? നമുക്കിതിൽ നെഗറ്റീവ് സൈൻ കൊടുക്കാനുണ്ട് അല്ലേ? ഇവിടെ നെഗറ്റീവ് കൊടുത്തു. നെഗറ്റീവ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തായിട്ട് മാറി? ചെറുതിൽ നിന്ന് വലുതിലേക്കായിട്ട് മാറി. അങ്ങനെയല്ലേ? നമ്മൾ -1, -2, -3 എന്ന് എഴുതിയാൽ ഇതിൽ ഏറ്റവും വലുത് ഇതാണ്, -1 ആണ്. പിന്നെ ചെറുത് -2, അതിലും ചെറുതാണ് -3. അപ്പോൾ നമ്മളിത് ആരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? -3, -2, -1. -3യേക്കാൾ വലുതാണ് -2, -2വിനേക്കാൾ വലുതാണ് -1. അതേപോലെ ഇവിടെ -4/3യേക്കാൾ വലുതാണ് -1/3, -1/3യേക്കാൾ വലുതാണ് -2/9. അപ്പോൾ ഇതാണ് നമ്മുടെ ആരോഹണ ക്രമം. ഏതാണ് നമ്മുടെ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ബി, -4/3, -1/3, -2/9. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 3 പേന വാങ്ങിയാൽ 1 പേന വെറുതെ കിട്ടുമെങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം എത്ര? 3 പേന വാങ്ങുമ്പോൾ നമുക്ക് എത്ര പേന കിട്ടും? 1 പേന വെറുതെ കിട്ടും. അപ്പോൾ ടോട്ടൽ എത്ര പേനയായി? 4 പേനയായി. 3 പേന വാങ്ങുന്ന സമയത്ത് 1 പേന ഡിസ്കൗണ്ട് കിട്ടി. നമുക്ക് ടോട്ടൽ 4 പേന കിട്ടി. ഇപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 4ൽ നിന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ 1 ആണ്. എത്ര പേന വിൽക്കുമ്പോഴാണ് ഡിസ്കൗണ്ട് വരുന്നത്? 4 പേന. അത് താഴെ എഴുതുക. പിന്നെ 100 കൊണ്ട് ഗുണിക്കുക. 3 പേന വാങ്ങുമ്പോൾ നമുക്ക് 1 പേന വെറുതെ കിട്ടി. അതായത് ടോട്ടൽ 4 പേന കിട്ടി. അപ്പോൾ ഇവിടെ വരുന്ന വ്യത്യാസം എത്രയാണ്? 1. 4ൽ നിന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ 1.
എത്ര പേന വിറ്റു ടോട്ടൽ 4, അത് നമ്മൾ താഴെ എഴുതി ഇൻറ്റു 100. എത്ര വരും? 4. ഇവിടെ 25% ഇവിടെ ഡിസ്കൗണ്ട്. ഓപ്ഷൻ ഡി 25%. അടുത്ത ക്വസ്റ്റ്യൻ, 3 വ്യത്യസ്ത റോഡ് ക്രോസിംഗിലെ ട്രാഫിക് ലൈറ്റുകൾ യഥാക്രമം 30, 36, 48 എന്നീ സെക്കൻഡുകളിൽ മാറുന്നു. രാവിലെ 7 മണിക്ക് അത് ഒരേ സമയം മാറുകയാണെങ്കിൽ അവ വീണ്ടും ഒരുമിച്ച് മാറുന്നത് ഏത് സമയത്താണ്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മളിവിടെ കാണേണ്ടത് ലസാഗുവാണ്, LCM ആണ് കാണേണ്ടത്. 30, 36, 48 LCM എത്രയാണ് വരിക? 6 കൊണ്ട് ഹരിക്കാം. 5 6 30, 6 6 36, 8 6 48. ഇനി 2 കൊണ്ട് ഹരിക്കാം. 5 3 2 6, 4 2 8. ഇനി ഇത് ഹരിക്കാൻ പറ്റില്ല, ഇത് എല്ലാം ഗുണിക്കാം. 6 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 3 ഇൻറ്റു 4. 2 ഇൻറ്റു 5 എത്ര വരും? 10 വരും. 3 ഇൻറ്റു 4 12. 12 ഇൻറ്റു 6 എത്ര വരും? 72. 72 ഇൻറ്റു 10 720 സെക്കൻഡ്. 720 സെക്കൻഡ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഓപ്ഷനിലൊക്കെ മിനിറ്റിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളിതിനെ മിനിറ്റിലേക്ക് മാറ്റണം. 720 ഡിവൈഡഡ് ബൈ 60 പോയി. 1 6 6, 2 6 12. 12 മിനിറ്റ് എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ ഡി 12 മിനിറ്റിന് ശേഷം എന്നാണ് നമ്മുടെ ആൻസർ. ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.